ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സേഫ് അല്ലേ? ഞങ്ങളും ഇവിടെ സേഫാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാട്ടോ നമുക്കിതിൽ കിട്ടുന്നത്, ഫ്രൈ ചെയ്തെടുത്ത ശേഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടുണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്, കഴിക്കാൻ കുട്ടികൾക്ക് ഇഷ്ടാവും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ 1 kg ചിക്കൻ നല്ല വൃത്തിയായി കഴുകി വൃത്തിയാക്കിയതിലേക്ക് നമ്മൾ 3/4 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും അതേ 3/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചതച്ചതുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂണ് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടോ. അപ്പോൾ നമുക്ക് കളറും ഉണ്ടാവും, ചെറിയൊരു എരിവും ഉണ്ടാവും. 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1 kg ചിക്കൻക്കുള്ള ഉപ്പ്. പിന്നെ 1/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂണ് ഗരം മസാലയും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ചിക്കനെ ഒന്ന് മാറ്റി വെക്കണം. അപ്പോഴേക്കും നല്ല റെഡി ആയിക്കോളും. അത്രയും സമയമില്ലാത്തവർ ഒരു 15 മിനിറ്റെങ്കിലും മാറ്റി വെക്കുക കേട്ടോ. അപ്പം ഇത് അരമണിക്കൂറായിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണയിലെടുക്കാം. വെളിച്ചെണ്ണയിലെടുത്താൽ എന്താ വെച്ചാൽ നമുക്ക് ഈ വെളിച്ചെണ്ണേനെ വീണ്ടും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഉണ്ടാക്കാനും ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ എന്താ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തീയിലാക്കിയിട്ട് കുറച്ച് സമയം കുക്ക് ചെയ്തിട്ട് എടുക്കണം, വേവണമല്ലോ. പിന്നെന്താ വെച്ചാൽ പെട്ടെന്ന് തീയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ. കുറച്ച് സമയം എടുക്കും ഫ്രൈ ആയി കിട്ടാൻ. പിന്നെ ഫുള്ളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് തന്നെ ആ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ. അടിയത്തെ കരടൊക്കെ മാറ്റിയിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഒരു 20ഓളം ചെറിയ ഉള്ളി നമ്മൾ കട്ട് ചെയ്യൊന്നും വേണ്ട, അങ്ങനെ തന്നെ തൊലിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ വെളിച്ചെണ്ണ എടുത്തുകൊണ്ടാണ് ഇത്രയും കളറും നല്ല ടേസ്റ്റും ആയിരിക്കും. അതുകൊണ്ടാണ് ഈ വെളിച്ചെണ്ണ എടുക്കാൻ പറഞ്ഞിരുന്നത്. പിന്നെ വലിയ 2 സവാള കേട്ടോ, കനം കുറച്ചിട്ട് അരിഞ്ഞിട്ടുള്ള സവാളയാണ്. ഒരു വലുതും ഒരു ചെറുതുമാണ് കേട്ടോ സവാള എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് വാടി വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചില്ലി ഫ്ലക്സ് ആണ് കേട്ടോ. വറ്റൽമുളക് പൊടിച്ചൊക്കെയല്ല, ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. മിക്സിയിലൊന്നും ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാനിത് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ അതേപോലെ ഒരു 1/4 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടുള്ളത് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതും കൂടെ കെട്ടിട്ടൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 ടേബിൾ സ്പൂണോളം വലിയ ജീരകം പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് മറ്റുള്ള ചിക്കൻ ഉണ്ടാക്കുന്ന പോലെയൊന്നല്ല. ഇതിക്ക് ടേസ്റ്റ് കൂടണമെങ്കിൽ വലിയ ജീരകം പൊടിച്ചത് വേണം. 1/4 ടേബിൾ സ്പൂണോളം ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽക്ക് വേണ്ടി മാത്രമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചിക്കനിൽ നമ്മൾ ആദ്യം ഉപ്പ് ഇട്ട് കൊടുത്തണല്ലോ. പിന്നെ 1/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും അതേപോലെ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതൊക്കെ ഞാൻ കുറച്ച് സമയമൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് ഇതാക്കിയിരുന്നു. അപ്പോൾ ഇത് വെളുത്ത എള്ളാണ് കേട്ടോ. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, അതിനായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച മിക്സി ഒന്ന് ഇതാക്കിയിട്ടുള്ള വെള്ളമാണ്, ഒരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം തക്കാളി സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം 2 മിനിറ്റോളം അതൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ആ വെള്ളമൊക്കെ ഒന്ന് ഇതായി കിട്ടണം കേട്ടോ, വറ്റി കിട്ടണം. അതാണ് അതിൻ്റെ ഒരു പാകം. ഇപ്പോൾ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ട് കണ്ടോ, നമ്മൾ നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്താ വെച്ചാൽ ഈ വെള്ളം ഒന്ന് വറ്റിയതായിട്ട് ഈ ചിക്കൻ ഒന്നും കൂടെ അതിൽ ഫ്രൈ ചെയ്തിട്ട് വരണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് അങ്ങനെ കഴിക്കാൻ പിന്നെ മുളകൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ അവർക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതാ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ നമുക്ക് കുറച്ചുകൂടെ ആ ഒരു മുളക് പൊടിച്ചത് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ നമ്മളെ ഈ ഒരു ചിക്കൻക്ക് ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ കേട്ടോ സാധനം വരുന്നത്. അപ്പോൾ നല്ല എരിവില്ല മുളകൊന്നും അങ്ങനെ ക്രഷ് ചെയ്തിട്ട് കൊടുക്കരുത്. വറ്റൽമുളകിൽ തന്നെ എരിവ് കുറഞ്ഞ വറ്റൽമുളക് കിട്ടും കേട്ടോ, അത് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അത് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതായിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റോളം നമുക്കൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ കണ്ട 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പാൻ ആവുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ നോൺ സ്റ്റിക്ക് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മളെ ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്കൊന്ന് സെർവ് ചെയ്യാം. കണ്ട അടിപൊളി ആയിട്ടില്ല, നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വേറെ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.